പുതിയ ചിത്രങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ യാത്രകൾ, ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ വളരെ വലിയ ഒരു ഭാഗമായിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്നത്. അങ്ങനെ ചെയ്ത ചെറിയ യാത്രകളൊക്കെ ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട്. അത് വീഡിയോ ആയിട്ടും ഫോട്ടോയൊക്കെ പകർത്തുന്നുണ്ട്. അങ്ങനെ പകർത്തിയ ഒരു ചെറിയ യാത്രയുടെ ചെറിയ കഥകളാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്ത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി. എറണാകുളത്ത് ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു 3 മണിക്കൂർ ഞാൻ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അവിടെ നിന്ന് KSRTC ബസ് എടുത്തു, നേരെ എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മറൈൻ ഡ്രൈവിന് അടുത്ത് ചെന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിട്ടിയ ബോട്ടിന് കയറി കിട്ടിയ സ്ഥലത്തേക്ക്. ഒരു പ്ലാനും ഇല്ല, നേരെ വൈപ്പിൻ. ഫസ്റ്റ് കണ്ട ബോട്ട് വൈപ്പിനായിരുന്നു. അങ്ങനെ വൈപ്പിനിലേക്ക് പോയി. അതാണ് ഈ ഒരു സംഭവം. ആദ്യം പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. മറൈൻ ഡ്രൈവിൽ കൂടെ കുറച്ച് നടന്നു. അപ്പം APJ അബ്ദുൽ കലാം മാർഗം എന്നൊക്കെയാണ് അതിന് പറയപ്പെടുന്നത്. എറണാകുളത്ത് 3 കിലോമീറ്ററോളം ഈ കായലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടക്കുന്നൊരു നടപ്പാത. ഹൈക്കോടതി ജംഗ്ഷൻ രാജേന്ദ്ര മൈതാനത്തു നിന്നാണ് ഇത് തുടങ്ങണേ. അവിടുന്ന് തുടങ്ങുന്നു. കുറേ ഷോപ്പിംഗ് മാളുകളും ഭക്ഷണശാലകളും വിനോദത്തിനുള്ള കുറേ കാര്യങ്ങളും ഒക്കെയാണ്. അറബിക്കടലിൻ്റെ റാണി എന്ന, സൗന്ദര്യത്തിൻ്റെ റാണി എന്നൊക്കെ അർത്ഥം വരുന്ന അഴകിൻ്റെ റാണി, അത് തന്നെയാണ് ഇതിന് പറ്റിയ വാക്ക് എന്നാണ് തോന്നുന്നത്. ഇതിന് വാക്ക് വേ ഡ്രൈവ് എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടിങ്, ക്രൂസിംഗ് ഒക്കെയാണ്. പിന്നെ പാലത്തു നിന്നുള്ള കാഴ്ചകൾ, അതിന് വെച്ചാണെങ്കിൽ ചൈനീസ് ഫിഷിംഗ് നെറ്റ് പാലം, ഹൗസിംഗ് ബോട്ട് പാലം, അങ്ങനെ അതിനൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള രൂപകൽപ്പനകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഇതാണ്. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ മേനക സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എറണാകുളം സൗത്ത് ബസ് സ്റ്റേഷനാണ് 3 കിലോമീറ്റർ. ഇവിടുന്ന് അടുത്തുള്ള വിമാനത്താവളം ഏതാണ്ട് 29 കിലോമീറ്റർ പോകണം. കൊച്ചി സൗത്തും നോർത്തും ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ. 3-4 കിലോമീറ്റർ ചുറ്റളവിൽ 2 റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 6 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ബസ്സിനൊക്കെ പോകണമെങ്കിൽ 30-40 രൂപയൊക്കെ ആയിരിക്കും. നമ്മൾ ടാക്സി വിളിച്ച് പോകണമെങ്കിൽ 300-400 ഒക്കെ ആവുമായിരിക്കും. പക്ഷേ ഇത്രയും ദൂരം, ഇത്രയും സമയം എടുത്തു, 25 മിനിറ്റോളം എടുത്തു നമ്മുടെ വൈപ്പിൻ ബോട്ട് ജെട്ടിയിലേക്ക്. 6 രൂപയുള്ളൂ ടിക്കറ്റ്. അത് ഭയങ്കര ഒരു അത്ഭുതമായ കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നും കൈനക്കരി, കാവാലോ ഈ സ്ഥലത്തേക്കൊക്കെ ബോട്ടിൽ പോയപ്പോഴും 10 രൂപ 5 രൂപയൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ വാട്ടർ മെട്രോയ്ക്ക് പൈസ കൂടുതലാണ്, ഇതിനാണ് പൈസ കുറവുള്ളൂ. സാധാരണ ബോട്ടാണ്, ദേശീയമല്ലാത്ത സാധാരണ ബോട്ടാണ്. കുറച്ച് പഴയ ബോട്ടാണ്. അവിടെ തുരുമ്പൊക്കെ ഉണ്ട്, പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ നമ്മുടെ ബസ് പോലെ സർവീസുകൾ കുറേ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി 7 മണി വരെയൊക്കെ സർവീസ് ഉണ്ട്. കാരണം നമ്മൾ ബസ് തൊട്ട് അത്രയും സമയം ലാഭിക്കാൻ പറ്റും. കാരണം ബസ്സിനൊക്കെ കറങ്ങി അടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പം അതൊക്കെ ലാഭിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജങ്കാർ ബോട്ടുകളുണ്ട്, വലിയ ബോട്ടുകൾ. അതിനകത്ത് നമുക്ക് വണ്ടിയൊക്കെ അപ്പുറം കടത്താവുന്നത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ഈ വൈപ്പിൻ ഐലൻഡിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻസ് ആയിട്ട് വന്നത്. പിന്നെ പോകുമ്പോൾ കുറേ മീനുകളൊക്കെ ചാടുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ എടുക്കാൻ നോക്കി, എത്രത്തോളമൊന്നും കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല. അത് കാണുന്ന നല്ല രസമാണ്. കുറേ പക്ഷികളെയൊക്കെ കാണാം, കൊക്കുകളൊക്കെ കാണാം. പിന്നെ ചെറിയ ബോട്ടുകൾ അപ്പുറത്തായിട്ട് കണ്ടെയ്നേഴ്സ്, പിന്നെ സ്പീഡ് ബോട്ടുകൾ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ കണ്ടു. അങ്ങനെ കണ്ട് മുന്നോട്ട് പോയി. എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, വൈപ്പിൻ ബോട്ട് ജെട്ടിയിലേക്ക്. അവിടെ വൈപ്പിനിൽ നല്ല ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ വൈപ്പിനിൽ ഇറങ്ങി. ഇനി എങ്ങോട്ടാണ്, ഒരു പ്ലാനും ഇല്ലാത്ത യാത്രയാണല്ലോ. ഒന്നാമത് തനിച്ചാണ്. അപ്പം എവിടെ പോകും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പുറത്തിറങ്ങണം. വൈപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി എന്താണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങുകയാണ്. എൻ്റെ ബാക്കിൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ലൈഫ് ജാക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെറുതെ ഇവിടെ അടുത്ത അട്രാക്ഷൻ എന്താണുള്ളതെന്ന് നോക്കി. അപ്പോൾ കണ്ടതാണ് വല്ലാർപാടത്തൊരു പള്ളി കണ്ടു. വല്ലാർപാടത്ത് അമ്മയുടെ പള്ളി.
എങ്കിൽ അടുത്ത യാത്ര അങ്ങോട്ടാകാമെന്ന് കരുതി കിട്ടിയ ബസ്സിന് കയറി വല്ലാർപാടം പള്ളി ലക്ഷ്യമാക്കി നടന്നു. ഏതാണ്ട് 5 മിനിറ്റ് യാത്രയിൽ പള്ളി സ്റ്റോപ്പിലെത്തി ഇറങ്ങി. നല്ല വെയിലും ചൂടുമായിരുന്നു. എങ്കിലും ഒന്നും നോക്കാതെ അങ്ങ് നടന്നു. 2 മതിൽക്കെട്ടിൻ്റെ ഇടവഴിയിലൂടെ അങ്ങ് നടന്ന് മുന്നോട്ട് പോകുമ്പം മനോഹരമായ ദൃശ്യം കണ്ടു. ഞാൻ കണ്ട ഒരുപാട് പള്ളികളിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പള്ളിയാണ്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത, എന്തൊക്കെയോ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഞാനും അന്നത്തെ ദിവസം കുറച്ച് നേരത്തേക്ക് സ്പിരിച്വലായി മാറി. ആ പള്ളിയുടെ ചടങ്ങുകളോടൊപ്പം ഞാനും ചേർന്നു. കുറേ നേരം ഞാൻ അവിടെ പോയിരുന്നു. പുറത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളും കുരിശിൻ്റെ വഴിയും അതുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലും അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാനും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നിടത്തൊക്കെ കുറേ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകളും പ്രാർത്ഥനയ്ക്കായിട്ടും നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണല്ലോ. അങ്ങനെ മുഖ്യ കവാടം വഴി ഞാനും ഇതിൻ്റെ അകത്തോട്ട് കയറി. ആ കനത്ത ചൂടിൽ നിന്നും ഈ ഷെഡിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴേക്കും നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പ്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ കുരിശിൻ്റെ വഴിയുടെ പ്രതിമകളും പ്രതിഷ്ഠകളൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ കണ്ട് ഞാൻ അതിലൂടെ നടന്ന് പതുക്കെ പള്ളിയിലോട്ട് കയറി. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പനേരം ഭക്തിയിലേക്ക് ഞാനും പോയി. പള്ളിയിലെ ചടങ്ങുകളൊക്കെ ഞാനും കൂടി, ഒരു കുർബാന കൂടി ആ പള്ളി മുഴുവൻ ഒന്ന് ചുറ്റിക്കണ്ടു. അപ്പം ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല, പള്ളിയുടെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതി അല്ലെങ്കിൽ നേർച്ചയാണെന്ന് തോന്നുന്നു ചൂലുകൊണ്ട് അടിച്ചു വാരുന്നത്. അതും ഒരു നേർച്ചയാക്കി പ്രാർത്ഥനയാക്കി തന്നെ എടുത്ത് ഒരുപാട് ആൾക്കാർ ആ ചൂല് വന്ന പള്ളിയുടെ മുറ്റം അടിച്ചു വരുന്നത് കാണാം. പിന്നെ ഒരുപാട് ആൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. സമാധാനത്തിലിരുന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, ഈ പള്ളിയുടെ ഗോപുരമുണ്ട്. അതിലേക്ക് നമുക്ക് നടന്ന് സ്റ്റെപ്പ് വഴി കയറി പോവാം, അതല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോവാം. അപ്പം ലിഫ്റ്റിൽ പോകണമെങ്കിൽ 10 രൂപയും സ്റ്റെപ്പ് കയറി നടന്നു പോകണമെങ്കിൽ 5 രൂപയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ലിഫ്റ്റിൽ മുകളിൽ കയറുമ്പോൾ പള്ളിയുടെ താഴെഭാഗവും ദൂരക്കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും. അപ്പം അതൊക്കെ കുറച്ച് നേരം ഞാൻ അങ്ങ് ഒപ്പിയെടുത്തു. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വല്ലാർപാടം പള്ളിയെപ്പറ്റി ഞാൻ 1-2 ആളുകളോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ കഥയെന്ന്. അപ്പം ഇത് വൈപ്പിൻ ദ്വീപിൽ, വല്ലാർപാടം ദ്വീപിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വല്ലാർപാടം ബസിലിക്ക എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളോട് വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും തിരക്കുള്ള തീർത്ഥാടന സ്ഥലങ്ങളിലൊന്നാണ്. പോർച്ചുഗീസുകാരാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. പിന്നെ 2004 തൊട്ടാന്ന് തോന്നുന്നു ഇതൊരു ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ, ക്രൈസ്തവ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ പള്ളീനെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പലരും വന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ അത്ഭുത കിണർന്ന് പറഞ്ഞിട്ട് അതും കണ്ടിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ പള്ളിയുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. എന്തായാലും പള്ളിയും പള്ളിയുടെ ചുറ്റുപാടുകളൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചു. അകത്തും കയറി കുറേ നേരം ഇരുന്നു. ചടങ്ങുകളൊക്കെ കൂടിയതിന് ശേഷമാണ് ഞാനും പുറത്തു പോയത്. ഇതാണ് ആ ഗോപുരത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ്. അവിടെ നിന്ന് നോക്കുമ്പം ഏതാണ്ടിതാ അതിൻ്റെ നമുക്ക് ചുറ്റും നടന്ന് കാണാൻ പറ്റും. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ കയറിയുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറേ നാൾ നല്ല കാറ്റും കൊണ്ട് നിൽക്കുന്നുണ്ട്, കുറേ സമയങ്ങളോട് അവിടെ ചിലവഴിക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പം താഴെ തന്നെ വല്ലാർപാടം സ്കൂള്, പള്ളിയോട് ചേർന്നിട്ടുള്ള സ്കൂള് കാണാം, ഇപ്പുറത്ത് കായൽ കാണാം, കണ്ടെയ്നേഴ്സ് കാണാം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പള്ളിയിലോട്ടിറങ്ങി. വല്ലാർപാടത്തമ്മ എന്ന് പറയുന്ന അമ്മയുടെ പ്രതിമയുടെ മുന്നിലൊക്കെ ഞാൻ ചെന്ന് കുറച്ച് നേരം നിന്നു. അവിടെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിശദമായിട്ടുള്ള ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പം എന്ത് തന്നെയായാലും എന്തൊക്കെയോ അത്ഭുതങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ പള്ളി നിലകൊള്ളുന്നതും അത്രയേറെ തീർത്ഥാടകർ ഇങ്ങോട്ട് വന്നു പോകുന്നതും.
പിന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാനും തിരിയൊക്കെ കത്തിച്ചു. അവിടെ കുറച്ച് നേരം അവിടെ ഞാനും ചിലവഴിച്ചു. തിരിച്ചു പോകാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാനും പതുക്കെ വല്ലാർപാടത്തെ കാഴ്ചകളുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് പോവുകയാണ് ചെയ്തത്. ഇതെനിക്കൊരു ഭയങ്കര അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. വലിയ കുറേ വണ്ടികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറയുമ്പോഴേ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പലപ്പോഴും എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാതെ എല്ലാം മിസ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഏതായാലും ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. എത്ര കാറുകളും ജീപ്പുകളും ബൈക്കുകളൊക്കെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പം വല്ലാർപാടത്തോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഞാനും പോകേണ്ട സമയമായതുകൊണ്ട് പതുക്കെ അടുത്ത ബസ് കാത്തു നിൽക്കുകയാണ്. കിട്ടിയ ബസ്സിന് കയറി ഞാനും തിരിച്ചു പോയി. ഇനി വന്നിട്ട് ഞാൻ തിരിച്ചു വന്നത് നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിനടുത്ത് വന്ന് അവിടെ നിന്ന് മെട്രോയിൽ കയറി തിരിച്ച് ആലുവയിൽ വന്ന് ആലുവയിൽ നിന്നായിരുന്നു എനിക്ക് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പം ഒരിക്കൽ കൂടി വൈപ്പിൻ സ്റ്റേഷനിൽ വന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി അവിടെ നിന്ന് വന്ന് വാട്ടർ മെട്രോയിൽ കയറി. ആ വാട്ടർ മെട്രോ നല്ലൊരു അനുഭവം തന്നെയാണ്. കുറച്ചും കൂടെ മറ്റ് ബോട്ടിനേക്കാളും കുറച്ചും കൂടെ സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പം വേഗ ബോട്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇനി ഒരിക്കൽ വേഗയിൽ കയറണം. പിന്നെ ബൈക്കത്തേക്കുണ്ട്, എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ബൈക്കത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അത് രണ്ടും കൂടണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് വല്ലാർപാടത്തെ ഞാൻ സെമിട്രിയും കൂടെ സന്ദർശിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തെ കാഴ്ചകൾ ഒരിക്കൽ കൂടി ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇനി എന്ന് പോയാലും എറണാകുളത്ത് സാധിക്കുമെങ്കിൽ ഇവിടെ ഞാൻ പോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തോ ആ സ്ഥലത്തോടെ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റിൽ താഴെയുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പം സാധിക്കുന്നവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വാട്ടർ മെട്രോയുടെ ആകവശമൊക്കെ അത് നല്ല വൃത്തിയാണ്. മൊബൈൽ ചാർജിങ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എറണാകുളം ബോട്ടിച്ചിട്ടിയിൽ ഞാൻ വീണ്ടും വന്നിറങ്ങി. ഹൈക്കോടതി ജംഗ്ഷനിൽ വീണ്ടും വന്നിറങ്ങി. ഇനിയിപ്പം നേരെ തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ വീഡിയോസിനും ക്വാളിറ്റിയൊക്കെ വരും. കാരണം കൂടുതൽ ആളുകളിലേക്ക് കാണുമ്പോൾ നമുക്ക് ഇനിയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ തോന്നുകയും പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ അതുവരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും കാണാം.